ഹോശേയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 7-ാമത്തെ വചനം. അവന്റെ നിഴലിൽ പാർക്കുന്നവർ വീണ്ടും ധാന്യം വിളയിക്കുകയും മുന്തിരിവള്ളി പോലെ തളിർക്കുകയും ചെയ്യും. അതിന്റെ കീർത്തി ലബാനോനിലെ വീഞ്ഞിൻ്റെത് പോലെ ഇരിക്കും. ദൈവസാന്നിധ്യത്തിന്റെ നിഴലിൽ പാർക്കുന്നവർക്ക് ലഭിച്ചിരിക്കുന്ന 3 അനുഗ്രഹങ്ങളെ കുറിച്ച് വിവരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ അനുഗ്രഹം പറയുകയാണ്, വീണ്ടും അവരുടെ ജീവിതത്തിൽ ധാന്യങ്ങൾ വിളയും. ദൈവത്തിന് സ്തോത്രം. അവിടെ നിന്നുകൊണ്ടാണ് ഇന്ന് ചിന്ത ആരംഭിക്കാൻ പോകുന്നത്. ഈ ജനം ദൈവത്തെ വിട്ടുമാറിയപ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയ ശൂന്യത വെളിപ്പെട്ടു. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൻ്റെ ശൂന്യതകളെ ഫലവത്താക്കി മാറ്റുന്ന ദൈവം. ദൈവത്തിന് സ്തോത്രം. അതിനർത്ഥം വർഷങ്ങളായി ചിലർ അനുഭവിക്കുന്ന ശൂന്യതയ്ക്ക് ദൈവം ഇന്ന് രാത്രി ഒരു പരിഹാരം തരാൻ പോവുകയാണ്. ഒരിക്കലും മാറത്തില്ലെന്ന്, ഈ ശൂന്യത മാറത്തില്ലെന്ന് ചിന്തിച്ചിരിക്കുന്ന ചിലരോടൊക്കെ കർത്താവ് സംസാരിക്കുക, അല്ല, ആ ശൂന്യത മാറി ഇനിയും നിന്റെ ജീവിതത്തിൽ ചിലത് മുളയ്ക്കാൻ പോവുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ അത് മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക. ചിലത് വിളയാൻ പോകുകയാണ്. അതാണ് ഇന്നത്തെ സന്ദേശം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് 1-2 ചെറിയ വചനങ്ങളിലോട്ട് നമ്മുടെ ചിന്തകളെ നമുക്കൊന്ന് കൊണ്ടുപോകാം. സ്തോത്രം. ഹോശേയ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് 10-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ വായിക്കേണ്ട, ഞാനങ്ങ് പറഞ്ഞു പോകാം. നിങ്ങളുടെ തരിശ് നിലം ഉഴുവീൻ. അവിടെ പ്രവാചകൻ പ്രവചിക്കുക, നിങ്ങളുടെ തരിശ് നിലം ഒന്നുഴുവീൻ. കാരണം എന്താ? ഈ തരിശായി കിടക്കുന്ന പ്രതലങ്ങളിലെല്ലാം ഒരു കൃഷി നടക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ അതിനെ ഫലവത്താക്കി തീർക്കാൻ പോവുക. എത്ര പ്രാർത്ഥിച്ചിട്ടും രക്ഷപ്പെടാത്ത ചിലരൊക്കെ ഇതിനകത്തുണ്ട്. ഞാൻ നിങ്ങളോട് ആത്മാവിൽ പ്രവചിച്ചു പറയാം, നിന്നെ രക്ഷപ്പെടുത്താൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? എവിടൊക്കെയോ ചില ശൂന്യാവസ്ഥയ്ക്ക് ഇന്ന് ഫുൾ സ്റ്റോപ്പ് ഇടാൻ എൻ്റെ കർത്താവിന് ആഗ്രഹമുണ്ട്. ഒരിക്കലും മാറാത്ത ശൂന്യാവസ്ഥ. ചില ആൾക്കാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലരൊക്കെ എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പാസ്റ്ററെ, മരിക്കുന്നതിന് മുമ്പേ ഈ ശൂന്യാവസ്ഥ ഒന്ന് മാറുമോ? പക്ഷേ അല്പകാലം കഴിഞ്ഞ് അവരെ കാണുമ്പോൾ അവർ പറയുന്നത്, ദൈവം ഞങ്ങളുടെ അവസ്ഥയെല്ലാം മാറ്റി. ഞാൻ എപ്പോഴും ഒരു കാര്യം തുറന്നു പറയാം. ഈ ഹോശേയ പ്രവാചകന്റെ പ്രവചന ഗ്രന്ഥത്തെ ആധാരമാക്കി ഒരു ദൂത് പറയാം. എത്ര അനുഗ്രഹം കിട്ടിയാലും ദൈവത്തോട് അടുക്കുകയേ ചെയ്യാവൂ, ദൈവത്തിൽ നിന്ന് അകലരുത്. മനസ്സിലായവർക്കായി സ്തോത്രം ചെയ്യുക. അടുത്തിരിക്കുന്ന ആളെ തൊട്ടച്ച് പറ, അനുഗ്രഹം കിട്ടുന്തോറും അടുത്തോണമെന്ന് പറ. അനുഗ്രഹം കിട്ടുന്തോറും താണോണം. അനുഗ്രഹം കിട്ടുന്തോറും വിധേയപ്പെട്ടോണം. ആ വിധേയപ്പെടുന്നതാണ് അവൻ്റെ അനുഗ്രഹത്തിൻ്റെ രഹസ്യം. അനുഗ്രഹം ലഭിച്ച അഹങ്കാരികളായി തകർന്നു പോയ ഒത്തിരി പേരുടെ ചരിത്രം ബൈബിളിലുണ്ട്. എന്നാൽ നിങ്ങൾ അങ്ങനെയല്ല. അനുഗ്രഹം ലഭിക്കുന്തോറും ദൈവത്തോട് അടുക്കുന്നവരാകണം. അപ്പോൾ ഇന്ന് പരിശുദ്ധാത്മാവ് തൊടുന്നത്, നിന്റെ ശൂന്യാവസ്ഥയ്ക്കകത്ത് എൻ്റെ ദൈവം ചിലതിനെ വിളയിക്കാൻ പോവുകയാണ്. 2 പദങ്ങൾ എനിക്ക് ദൈവം തന്നത് ഒന്ന് തൊടാനായിട്ട് പോവുക. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പ്രവാചകൻ പറയുക, നിങ്ങളുടെ തരിശ് നിലങ്ങളെ ഒന്ന് ഉഴുവി. കാരണം എന്താ? ആ ശൂന്യാവസ്ഥ മാറാൻ പോവുക.